അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മദീന മിമ്പറയിൽ കയറുകയാണ്. അവിടുന്ന് ആദ്യത്തെ പടി ചവിട്ടിയപ്പോൾ ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പടി ചവിട്ടിയപ്പോഴും ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പടി ചവിട്ടിയപ്പോഴും ആമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഖുതുബയെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ, പതിവില്ലാത്ത ഒരു 3 ആമീൻ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബെ അങ്ങ് പറഞ്ഞല്ലോ, എന്തിനാണ് അവിടുന്ന് ആമീൻ പറഞ്ഞത് എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പ്രാർത്ഥന നടത്തുകയും അതിന് എന്നോട് ആമീൻ പറയുകയും ചെയ്തപ്പോഴാണ് സ്വഹാബ ഞാൻ ആമീൻ പറഞ്ഞത് എന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്. 3 കാര്യങ്ങളായിരുന്നു അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നത്. അതിൽ നിന്ന് ഒന്ന് പറയുന്നത്, പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഒരാളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അവൻ്റെ പാപങ്ങൾ പൊറുപ്പിക്കാതെ ആ റമളാൻ അവനിൽ നിന്ന് കഴിഞ്ഞു പോയാൽ അവൻ്റെ മേലിൽ അള്ളാഹുവിൻ്റെ ശോഭം, അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാ സ്വഹാബ എന്ന് സ്വഹാബത്തിനോട് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ആ പരിശുദ്ധമാക്കപ്പെട്ട റമളാനാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി. ആ റമളാനിൽ നമ്മുടെ പാപങ്ങൾ മുഴുവനും നമുക്ക് പൊറുപ്പിക്കണം. അള്ളാഹു അവനിലേക്ക് അടുക്കാനുള്ള തൗഫീക്ക് നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. റമളാനിൽ പാപമോചനം കിട്ടുന്നതിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.